ഹായ് നമസ്തേ. അമ്മൂസ് വുഡൻ ബോളിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓംലെറ്റ് കറിയാണ്. ഇത് ചപ്പാത്തിയുടെയും നൂലപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഓംലെറ്റ് കറി ഉണ്ടാക്കാനായിട്ട് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറച്ചിടാം. ബാറ്റർ ഒഴിച്ച സമയത്ത് ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനും കുറച്ചുകൂടി കട്ടിയിൽ വേണം ഈ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെവാനായിട്ട് നമ്മൾ ഈ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കറിയിലേക്ക് വേണ്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഓംലെറ്റിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറവൊക്കെ ആയിട്ട് എടുക്കാം. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാനായിട്ട് നോക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 വലിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് വേഗത്തിൽ വാടാനായിട്ട് 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. സബോള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്തിട്ട് സബോളയുടെയൊക്കെ കളർ മാറിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കളർ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇവ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് വെന്ത് ഉടയണത് വരെ വേവിച്ചെടുക്കാം. തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു ചെറിയ ചൂടിലിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എണ്ണ തെളിയും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിൽ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓംലെറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുക്കണില്ല. നല്ല രുചികരമായിട്ടുള്ള ഓംലെറ്റ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.